അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ യൂണിവേഴ്സിറ്റി മുഹമ്മദിയ സുലവാർത്തയുടെ റെക്ടറുടെ വീട്ടിലാണ്. നല്ല അടിപൊളിയായിട്ട് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. എൻ്റെ പറയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഈ നോമ്പുതുറയുടെ അഥവാ ഒരു ഇന്തോനേഷ്യൻ ഹോം ഇഫ്താറിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയായിരിക്കും ഇന്തോനേഷ്യയിലെ ഒരു നാടൻ നോമ്പുതുറ? ആ ഒരു ഹോംലി ഇഫ്താറിന്റെ രീതി അറിയാനുള്ള ആഗ്രഹം എപ്പോഴോ മനസ്സിൽ കൂടിയതാണ്. അതിനുള്ള അവസരമാണ് ഇന്ന് കൈവന്നത്. ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി മുഹമ്മദിയ സുലവാർത്തയുടെ റെക്ടറുടെ വീട്ടിലായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ നോമ്പുതുറ. ഉഗാണ്ട, തായ്ലൻഡ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മഡഗാസ്കർ, പാലസ്തീൻ തുടങ്ങി വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള കൂട്ടുകാരും നമ്മുടെ കൂടെയുണ്ട്. പുറത്ത് ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ വയലിൻ്റെ മജ്‌ലിസുകൾ കൊണ്ട് തന്നെയാണ് പരിപാടിയുടെ തുടക്കം. 1 മണിക്കൂർ മുമ്പ് തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇഫ്താറിന് ഏകദേശം അരമണിക്കൂർ മുമ്പ് കട്ട് ഫ്രൂട്ട്സും പോറിഡ്ജും ഇളനീർ ജ്യൂസും എല്ലാം സജ്ജീകരിച്ചു വെച്ചു. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നതിന് പകരം ഇതുപോലത്തെ ഐസ് കട്ടകൾ നൽകുന്നതാണ് ഇവരുടെ രീതി. ഇഫ്താറിന്റെ സമയമായപ്പോഴേക്ക് നമ്മുടെ കൈകളിലേക്ക് അവർ ഈത്തപ്പഴവും വെള്ളവും അതുപോലെ 2 തരം കേക്കുകളും ജ്യൂസുകളും ഒക്കെയായി എത്തിച്ചു തന്നു. നോമ്പുതുറയുടെ തൊട്ടു മുമ്പുള്ള മഹത്വമായ സമയം ഖുർആൻ പാരായണം ആസ്വദിക്കാനുള്ള അവസരവും അവർ ഒരുക്കുന്നുണ്ട്. ലഘുവായ തുറക്ക് ശേഷം പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷേ നമ്മൾ ആദ്യമേ വിഭവങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് വെച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. മധുരമുള്ള ജാവനീസ് വിഭവങ്ങളും നോർമൽ എരിവുള്ളതും ഉപ്പുരസമുള്ള വിഭവങ്ങളും കൂട്ടത്തിലുണ്ട്. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയാം. ഒരു വലിയ മൺകലത്തിൽ ഉപ്പുരസത്തിൽ വേവിച്ചെടുക്കുന്ന ജാവനീസ് മട്ടൻ കറി, പിന്നെ മട്ടൻ്റെ പാർട്സ് കൊണ്ടുണ്ടാക്കുന്ന സാത്തെ. ആഹാ, എന്താ രസം! നൈസായിട്ട് കുറച്ച് ചോറ് ബർക്കത്തിന് എടുത്തുക്കണം. പിന്നെ ഇതാണ് സാത്തെ ഹയാമ്. ഇതിൻ്റെ പേരെന്തോ പറഞ്ഞു മനസ്സിലായിട്ടില്ല. ചിക്കനാണ്, പെട്ടെന്ന് കഴിഞ്ഞു പോയി കുറച്ചോ. നമ്മൾ മെയിൻ ഐറ്റം ഇതാണ്, അത് ആടിൻ്റെ നാടൻ കറിയാണ്. എല്ലാം നമ്മൾ ഊരി പോരും. പിന്നെ ഇതുപോലത്തെ പലതരം ജാവനീസ് ഡിസേർട്ടുകളാണ്. ഒരു പ്രത്യേകതരം രുചി ആയതുകൊണ്ട് ഞാനിവ പലപ്പോഴും കഴിക്കാറില്ല. ഇക്കാണുന്ന സാത്തെ ഹയാം മധുരമാണെങ്കിലും നമ്മൾ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. ബാക്കി വിഭവങ്ങളൊന്നും പലപ്പോഴും നമുക്ക് പിടിക്കണമെന്നില്ല. ബാക്കി സംഭവങ്ങളൊക്കെ ഒരു സൈഡ് കാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ലാസ്റ്റ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. തലയും വാലും കണ്ണും മൂക്കും ചെവിയും പല്ലും എല്ലാം ഉണ്ട്. അപ്പോൾ അതെ, നല്ല തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര സ്പൈസി അല്ല, പക്ഷേ ഒരു മീഡിയം സ്പൈസി. അസിന്നാണ് അവർ പറയുക. ഒരു ഉപ്പ് രസം ഉണ്ടാവുള്ളൂ. പക്ഷേ ആടാണെന്ന് ആലോചിക്കുമ്പോഴുള്ള മനസ്സും പിന്നെ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റും രണ്ടും കൂടെ കൂട്ടി നല്ല പിടുത്തം പിടിക്കാം. ഓക്കെ, എല്ലാവർക്കും റമദാൻ ആശംസകൾ.